കേസ് ഒരു നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കേൾക്കുന്ന ആ ഒരു പെണ്ണ് കേസല്ല. പക്ഷെ ഒരു പെണ്ണ് പ്രതിയാവുമ്പം എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ പെണ്ണ് കേസ്. പെണ്ണ് സ്ത്രീ ഒരു കേസ് പെട്ടുപോകുമ്പോൾ പറയുന്നൊരു പേര്. ആ രീതിയിലാണ് അത് ക്യാച്ച് ചെയ്ത് തോന്നി. അങ്ങനെയാണ് പെണ്ണ് കേസിന്റെ പേരിലേക്ക് വന്നത്. പെണ്ണ് കേസ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ പെണ്ണ് കേസിൽ പെടുമ്പോഴാണ് പെണ്ണ് കേസ് എന്നുള്ള പേരിൽ ഇവിടെ വ്യാഖ്യാനിക്കാറ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു പെണ്ണ് ഉണ്ടാക്കുന്ന കുറെ കേസിന്റെ പിറകെ കുറെ പുരുഷന്മാർ പോകുന്നതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയും കൊണ്ട് ഈ ആ പെണ്ണ് കേസ് എന്ന പ്രയോഗത്തിനുള്ള നിർവചനം. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥയുടെ തുടക്കം ഉണ്ടാകുന്നത്. ഈ അടുത്ത വന്ന വാർത്തകളൊക്കെ അതിനു മുന്നേയും ഒരുപാട്, എനിക്കൊന്ന് 2007 കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ നടത്തിയ തട്ടിപ്പായിരുന്നു ഈ കഥയുടെ പ്രചോദനം എന്ന് പറയുന്നത്. ഇപ്പം കോമഡിയാണോ സിനിമ എന്ന് പറയുമ്പോൾ സിറ്റുവേഷണൽ കോമഡിയാണ്, അതേപോലെ ഒരു ഇമോഷണൽ ഡ്രാമ കൂടി ഇതിനകത്ത് ഇപ്പോഴത്തെ. സീരിയസ് ആയിട്ട് കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് ഇതേപോലത്തെ കുറച്ചുകൂടെ ഫണ്ടമെന്റുള്ള ഒരു കഥാപാത്രം കിട്ടുമ്പോൾ എന്താണ് ഇത് കഥാപാത്രം കേട്ട സമയത്ത് നമുക്ക് എനിക്കിതിനകത്ത് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അങ്ങനെ യൂഷ്വലായിട്ട് കേൾക്കുന്ന ഒരു വിമൻ പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. എല്ലാവർക്കും അതങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. പക്ഷെ എനിക്ക് നമ്മളെപ്പോഴും കാണുന്നത് പോലെ അങ്ങനെ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയല്ല, യൂഷ്വലി സിനിമകളിൽ വരുന്നത് പോലെ അല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അത് കേട്ടപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ത്രെഡ് നല്ലതായിരുന്നു. നല്ല കുറെ കാസ്റ്റും ഈ പറയുന്ന ആൾക്കാരൊക്കെ കൂടെ വന്നപ്പോൾ അത് നന്നായി തന്നെയാണ് വിചാരിക്കുന്നത്. പ്രഡിക്റ്റ് ചെയ്തോണ്ട് കുഴപ്പമില്ല, നല്ലതല്ലേ? ഇല്ല, അങ്ങനെയല്ല. എന്താ പറയാ, എല്ലാ സിനിമകൾക്കൊക്കെ ഉള്ള പോലത്തെ കഥയൊക്കെ തന്നെയാണ്. അങ്ങനെ വലിയ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടെന്നൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫാക്ടറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വുമൺ പെർസ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുന്നതിലും ഇത് ഈ കേസിൽ പെട്ടുപോകുന്ന ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളത്. എൻ്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ നീല ഉണ്ടാക്കുന്ന ക്യാരക്ടറിൻ്റെ കേസ് എല്ലാം അന്വേഷിച്ച് അതിൻ്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നത്. ബാക്കി പറഞ്ഞ പോലെ ഫെബ്രുവരിയോട് ഇതൊരു ഒരു വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് യൂണിഫോം ഇട്ട് ഒരു പോലീസ് പരിപാടി സ്ക്രീനിൽ ആദ്യമായിട്ട് ഇതിനകത്താണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടാവും, പിന്നെ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു രീതിയിലല്ല എൻ്റെ ക്യാരക്ടറിൻ്റെ ആർക്ക് കിടക്കുന്നത്. പുള്ളി ഒരു അത്യാവശ്യം സൗമ്യനായ നല്ലവനായിട്ടുള്ളൊരു പോലീസുകാരനാണ്, സത്യസന്ധനായിട്ടുള്ളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. നോർമലി ഇപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്ട് ഇറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടോ റൈറ്റ് ടൈമിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് നടക്കുന്ന ഇഷ്യൂസ്
ഇൻസിഡന്റ് നമുക്ക് തന്നെ വിശ്വസിക്കുന്നു. ഒരു റീലിന് വേണ്ടി ഒരു കണ്ടന്റ് ക്രിയേറ്റർ ബസ്സിൽ നടന്നൊരു ഇൻസിഡന്റ് വൈറലാവാൻ വേണ്ടി ചെയ്തത്. അപ്പം ശരിക്കും പുരുഷന്മാരാണോ സ്ത്രീകളാണോ സുരക്ഷിതരാത്തവർ? സ്ത്രീകളും പുരുഷന്മാരും സുരക്ഷിതരല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണ് വിക്ടിമാവപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയാനോ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനോ പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്. നമ്മൾ കൂടത്തായി കേസുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കുറേ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറഞ്ഞ പോലെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും ആരും ഒരു സേഫ് അല്ല എന്ന് പറയാം. ശരിക്കും സിസ്റ്റത്തിന്റെ ഒരു ചായയിൽ ചിലപ്പോൾ വിക്ടിമൈസ് ചെയ്യുന്നതായാലും ശരിക്കും അവരൊരു സിസ്റ്റം ഉള്ളതാണ്. പക്ഷേ ഇത് രണ്ടു വശത്തും ഉണ്ടാവേണ്ടതല്ലേ? ഒരാണായാലും പെണ്ണായാലും ഒരേപോലെ തന്നെ അത് കൺസിഡർ ചെയ്യപ്പെടേണ്ടതല്ലേ? ആണിനൊരു നിയമം പെണ്ണിനൊരു നിയമം അങ്ങനെയല്ലല്ലോ. അതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരാളുടെ ആദ്യം ഉണ്ടായിട്ട് എതിരെ നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്നോ അല്ല അയാളുടെ പേര് അയാളുടെ കുടുംബം എന്തായിരിക്കുമെന്നോ അറിയത്തില്ല. പിന്നീടാണ് ഈ തെറ്റൊന്നും ഇല്ല എന്ന് അറിയുന്നത്. പക്ഷെ അത്രയും നാളും അനുഭവിച്ചിരുന്ന അയാളുടെ പ്രശ്നം, അയാളുടെ മാനസിക വിഷമം, അയാളുടെ കുടുംബം ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ആൾക്കാർ അറിയുന്നില്ല. അപ്പോൾ അതേ പെർസ്പെക്റ്റീവ് സ്ത്രീക്കും ഉണ്ടായിക്കൂടെ? അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാമല്ലോ. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോ എന്നോട് ചോദിച്ചാൽ നിയമം മാറ്റി എഴുതേണ്ടി വരുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല. അബ്യൂസീവ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നില്ലല്ലോ. ഒരു സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസസ് വരുമ്പോഴാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പം അതിൽ അങ്ങനെ ഒരു വിക്ടിം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കഥ എഴുതി വരുമ്പോൾ ഈ ഇപ്പോ നിൽക്കുന്ന ആരാണ് ഏറ്റവും ബെറ്റർ എന്നാണല്ലോ നമ്മൾ നോക്കുക. അതിൽ തന്നെയാണ് നീല ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നി. അത് തന്നെയാണ്. വർഷത്തിന് 2 വർഷങ്ങളുണ്ട്. അപ്പം അത് ചർച്ച ചെയ്തൊരു കാര്യം കൂടെയായിരുന്നു. അല്ലെങ്കിൽ സൊസൈറ്റി അംഗീകരിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്നുള്ളത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. 2 വർഷങ്ങൾ ഒരു പുരുഷനെ ശിക്ഷിക്കാൻ മാത്രമല്ല, സ്ത്രീയെ സംരക്ഷിക്കാൻ മാത്രമല്ല, പുരുഷനെ സ്ത്രീയെ സംരക്ഷിക്കാനുള്ളതാണ് സിസ്റ്റം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ഇങ്ങനൊരു സബ്ജക്റ്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ള എക്സ്പ്രഷൻ തന്നെ? അല്ല ഇത് എന്താ പറയുന്നത്, എന്ത് പറഞ്ഞു വെച്ചതിനെ കുറിച്ചിട്ട് ധാരണയുണ്ടോ? സിനിമ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. പെണ്ണ് കേസ് എന്നുള്ള ടൈറ്റിൽ അറിയാം. ഒരു സ്ത്രീ ഒരു കുറെ പേരെ ചതിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അത് സിനിമ കണ്ട ശേഷമാണ് അതിനുള്ള കൃത്യമായ ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏത് പക്ഷത്താണ് നിന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ട് നിന്നില്ല. ഇന്ന പക്ഷം സ്ത്രീപക്ഷത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ പുരുഷപക്ഷത്ത് നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നല്ല. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരവെന്നുള്ളത്. ഒരു പക്ഷം പിടിക്കുന്നതല്ല ഈ സിനിമ പറയുന്നത്. നിങ്ങളൊക്കെ മീഡിയ അല്ലേ? അല്ലേ? സ്ത്രീകളെ സബ്ജക്റ്റ് ആക്കി അല്ലെങ്കിൽ സ്ത്രീകളെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ കുറെ ഇത് ഡിബേറ്റുകൾ നടക്കുന്നു. പക്ഷേ ഇങ്ങനെ പക്ഷങ്ങൾ ചേർത്തല്ലാതെ സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ എന്നൊരു ആർട്ട് ഫോമിലേക്ക് ആളുകൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെ രണ്ട് പക്ഷം എന്നൊക്കെ ആയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഒരു ആർട്ട് ഫോമിനെ തന്നെ എന്താ പറയുക രണ്ട് രീതി കാണുന്ന പോലെ തോന്നുന്നു. സിനിമയാണ് പക്ഷേ കുറിച്ചുള്ള സിനിമ എന്ന ലെവലിലേക്ക് അല്ലേ ഈ ചർച്ച ചെയ്യാം.
അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പം ഒരു പക്ഷം മാത്രം കേൾക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ടായിരിക്കില്ലേ? അതിപ്പോൾ ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണമെന്ന് പറയുന്നതിന് നമ്മളതിനെ ഈക്വലൈസ് ചെയ്യാന്നുള്ളതേ പറയുന്നുള്ളൂ. അതിന് ഇന്ന പക്ഷം പിടിക്കണം അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമകൾ ഇവിടെ ഉണ്ടാവരുതെന്ന് പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരലലി സ്ത്രീകളിൽ അതും കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ലല്ലോ പറയുന്നത്. അപ്പോൾ അത് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് എനിക്കറിയില്ല, നിങ്ങൾ കേൾക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം തോന്നുന്നു. അല്ല അത് അതെ, സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് അല്ലേ കാണണ്ടേന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പക്ഷവും കേൾക്കണമല്ലോ. കാരണം ഒരു മെയിൽ ഇൻഡസ്ട്രി മെയിൽ ഡോമിനൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു ഇവരുടെ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെ അങ്ങനത്തെ വേർഷൻ ഓഫ് സ്ത്രീകളെ നിങ്ങൾ കണ്ടു. അങ്ങനെ അല്ലാത്ത സ്ത്രീകളും ഉണ്ട്, അവരെയും കൂടെ കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നതല്ലേ ഉള്ളൂ. അതിനപ്പം അങ്ങനെയും കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആൾക്കാരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന തരം സിനിമയായിക്കൂടാ എന്നില്ല എന്നുള്ളതായിരിക്കാം ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീകൾ വയലൻസ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ തിയേറ്ററിൽ വിജയം ഉള്ള സിനിമകൾ ആസ്വദിക്കുന്ന പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട് ആ സിനിമകൾ. പക്ഷേ ഒരു ഇതേ ഉദാഹരണം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്ര വയലൻസ് ഉള്ള കഥാപാത്രമാക്കുന്നത്, സ്ത്രീയെ എന്തിനെ ആക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അല്ലെങ്കിൽ അതെനിക്ക് തോന്നുന്നു അത് നമ്മൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ്. അങ്ങനെ വയലൻസ് ഉള്ള സ്ത്രീകൾ കാണിക്കരുത് എന്നുള്ളത് അവർ പറയുന്നുണ്ടാവില്ല. നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൊസൈറ്റീനെ എന്നുള്ളതായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനിങ്ങനെ ഒരു കൺക്ലൂഷനൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നില്ലേ, അതിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, പുരുഷന്മാരുടെ കഥാപാത്രങ്ങളിൽ നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു നായകൻ ഉണ്ടാവാം, ഒരു പ്രതിനായകൻ ഉണ്ടാവാം. അങ്ങനെ ആയിരിക്കുമല്ലോ മൊത്തം നമ്മൾ സിനിമ കാണുമ്പോൾ കൂടുതൽ ഉണ്ടാവും. ചിലതിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം വില്ലൻ, അല്ലെങ്കിൽ ചിലതിൽ ഒരാളായിരിക്കാം വില്ലൻ. അപ്പം എല്ലാവർക്കും അങ്ങനെയുള്ള പെർസ്പെക്റ്റീവുകൾ ഉണ്ട് എന്നുള്ളതായിരിക്കും പറയുന്നത്. എനിക്ക് അതിനകത്ത് നമ്മളത് കുറേ വർഷങ്ങളായി ചർച്ച ചെയ്യുകയും അതിനൊരു കൺക്ലൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് എത്തിപ്പെടുമായിരിക്കും, കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് മാറിയതുകൊണ്ട് എത്തിപ്പെടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചാണ്. കഥ നമ്മുടെ എനിക്ക് കഥ തന്നെ ആയിരിക്കും, അത് തന്നെയാണ് സ്ക്രിപ്റ്റ് തന്നെയാണ് എൻ്റെ പറയാം. ഞാനൊരു നല്ലൊരു കഥ കുറച്ച് ചെയ്യാറുണ്ടെന്നല്ല, സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെയാണ്. കോമഡി പടം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റുകൾ നിഖിലയാണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയാൻ കഴിവുള്ള ഒരാളാണ്. ഇതിൽ എത്രത്തോളം ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് കോമഡി ആണെങ്കിൽ? ഇതങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമല്ല, ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷനാണ് അതിനകത്ത് കോമഡി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുക. അപ്പം എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെയാണ്, ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കിടന്നു പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമയല്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, കുറച്ച് കോമഡി സീക്വൻസുകളുണ്ട് എന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനർ സിനിമയാണ്, കോമഡി സിനിമയല്ല. മൾട്ടിപ്പിൾ കല്യാണം കഴിക്കപ്പെടാം. ഞാൻ കണ്ടിട്ടില്ല. റെഫറൻസുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ പറ്റിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്
വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു. അതൊരു വാർത്ത വന്നപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു. അവർ ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ ഇവർ യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്. നമ്മൾ റിയൽ ലൈഫിൽ ഞാനങ്ങനെ പറ്റിച്ചു പോകുന്ന ആരെയും, ഞാൻ കല്യാണം കഴിച്ച് പറ്റിച്ചു പോകുന്ന ആരെയും കണ്ടിട്ടില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പം നമുക്കത് പറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. പേരിൽ തന്നെ ഒരു കേസ് ഉണ്ട്. പൊതുവെ ഇപ്പം സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ സംഘടനകളുടെ സിനിമയായി കഴിയുമ്പോൾ വരാറുണ്ട്. പക്ഷേ എല്ലാ പ്രശ്നത്തിലും കുറച്ച് വർഷങ്ങൾ മാത്രമേ വരാറുള്ളൂ. ഇതിൽ പറയുമ്പോൾ പേരിൽ തന്നെ പെണ്ണ് കേസ്, പിന്നെ അല്ലെങ്കിൽ പത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേരിടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പഠനം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നേരിടാം. എന്തെന്നാലും നേരിടാൻ തയ്യാറാണ്. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ, ഇതിപ്പോൾ നമ്മളൊരു സമൂഹത്തിന് ഒരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സിനിമയായിട്ടല്ല നമ്മളിതിനെ കണ്ടത്. ഒരു എൻ്റർടൈനർ പർപ്പസ് സിനിമയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടാവരുത് എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അല്ലാതെ ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കണം എന്നൊരു ഉദ്ദേശമോ അങ്ങനെയില്ല. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ആയിട്ട് വരുന്ന റോഡുകളിൽ സാധാരണ ഇൻവെസ്റ്റിഗേറ്റർ ജനറലി ആ സ്കാം നടത്തുന്ന ഒരാളെ ഒന്ന് ന്യായീകരിക്കാറുണ്ട്. റോബിൻ ഹുഡിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അയാൾക്ക് ന്യായീകരിക്കാവുന്ന ഒരു കാരണം ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ പേഴ്സണലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനത്തെ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണോ അതോ കംപ്ലീറ്റ്ലി ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണോ? ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കറക്റ്റ് ഇതിന് ഉത്തരം പറയാൻ പറ്റിയ ഫിലിമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ അതിലൂടെയാണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ പോലീസ് യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ ആ ബോഡി ലാംഗ്വേജ് ഭയങ്കര ലിമിറ്റഡ് ആണല്ലോ. ആ യൂണിഫോമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാറുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഹ്യൂമർ ചെയ്യുക എന്ന് പറയുന്നത് പാടാണ്. അല്ല, ഞാനിതൊരു പടം കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടം കാണാൻ വേണ്ടി. അപ്പോൾ ഇതെങ്ങനെ വന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ എൻ്റെ പോർഷൻ മാത്രം ഡബ് ചെയ്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു മീറ്ററാണ് ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ അത് 4 കാലേ വീഴുമോ എന്നുള്ളത് ഓഡിയൻസിനത് പറയണം. എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതല്ല. ഔട്ട്ലുക്കും ആ ഒരു പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എടുക്കുന്നത്. കാരണം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മിക്കവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു മീശയാണ്. ആദ്യത്തെ മീശയിലേക്കാണ് ശ്രദ്ധ വരുന്നത്. അത് എത്രത്തോളം ഇങ്ങനെ വെറൈറ്റി കൊണ്ടുവരാൻ കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഫറൻസ് നേരത്തെ എന്തെങ്കിലും ഇല്ല, ഇതിപ്പോ പോലീസുകാർക്ക് താടി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ താടി ഒബ്വിയസ്ലി നമ്മൾ ഷേവ് ചെയ്ത് കളയണമല്ലോ. പിന്നെ ഇത് ഇയാൾ ഇതിനകത്ത് CA ആണ്. എന്നെക്കാളും എൻ്റെ ആക്ച്വൽ ഏജിനേക്കാളും കുറച്ചും കൂടെ ഏജ് കൂടുതലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഫെബിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത് വേണമെന്നുള്ളത്, ഈ ഒരു ലുക്ക് വേണമെന്നുള്ളത്. അങ്ങനെ കൊടുത്തതാണ്. തിരക്കഥ എഴുതി കഴിഞ്ഞ ശേഷമാണ് പേര് ടൈപ്പ് ആദ്യം. സാധാരണ എല്ലാവരും കഥ എഴുതുന്ന പോലെ തന്നെ ഒരു പ്രത്യേക പ്രോസസ്സിംഗ് ഒന്നുമില്ല. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ത്രെഡ് കിട്ടി, ഈ ഒരു വാർത്ത കിട്ടി, അതിനുള്ള ഇതായിരുന്നു എഴുത്ത് തുടങ്ങി. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പെണ്ണേഴ്സ് എന്നുള്ള പേര് വന്നത്. ഇവിടെ ഒരു ആലോചനയായിട്ട് കിട്ടിയതാണ്. ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് ആകുമ്പോഴേ കല്യാണ തട്ടിപ്പ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ വിവാദമാവാനൊക്കെ ചാൻസുള്ള സബ്ജക്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. സീരിയസ് ആയിട്ടുള്ള സമൂഹത്തിൽ
മൊത്തത്തിൽ സേഫ് ആയതുകൊണ്ടാണ് അങ്ങനെ കോമഡി ട്രാക്ക്. അല്ല, കോമഡി അതിപ്പോ നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഇത്ര വലിയ സംഭവങ്ങളൊക്കെ കോമഡി കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം പട്ടിണിയായാലും ഇപ്പം ഈ സന്ദേശം സിനിമയൊക്കെ സീരിയസ് ആണ്, സബ്ജക്റ്റ് വളരെ സീരിയസ് ആണ്, പക്ഷെ അത് നമുക്കുള്ളത് കോമഡിയാണ്. ഇത് ബേസിക്കലി ഒരു പെൺകുട്ടി നടത്തുന്ന വിവാഹ തട്ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്കിത് കോമഡി കൂടെ തന്നെ പറയാം എന്നുള്ള രീതിയാണ്. പല കല്യാണങ്ങളും പല സ്ഥലത്താണ് അവർ കഴിക്കുന്നതെങ്കിലും അത് ഫിസിക്കലി എല്ലാ സ്ഥലത്തും പ്രസന്റ് ആവാൻ പറ്റില്ലെങ്കിലും ഇമോഷണലി എപ്പോഴും അവൈലബിൾ ആയിരിക്കും അങ്ങനത്തെ ആളുകൾ. അതായത് ഒപ്പമുള്ള പാർട്ട്ണറിന് അവരുടെ ഒരു മീറ്ററിനനുസരിച്ച് അവർ അവൈലബിൾ ആയിരിക്കുന്നതാണ്. ദേഷ്യക്കാരുടെ അടുത്താണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഒരാളുണ്ടാണെങ്കിൽ അയാളെ കുറച്ച് കമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇവരിങ്ങനെ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതൊരു കോൺ ആർട്ടിസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത്. ഈ ക്യാരക്ടർ അങ്ങനെ ഒരു കേട്ടിട്ടുണ്ടോ? ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് പലർക്കും പല മെത്തേഡുകളാണ്. ഇത് ബേസിക്കലി കല്യാണം കഴിക്കാൻ പറ്റിക്കാൻ, കല്യാണം കഴിയുന്നത് വരെ കൂടെ നിൽക്കുക, കല്യാണം കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് പോലെ ആണ്. അപ്പം അതിലേക്കുള്ള ട്രാക്കിൽ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചില കേസസിൽ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, മാസങ്ങൾ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പലർക്കും പല റെഫറൻസ് ആണെന്ന് തോന്നുന്നു, പലർക്കും പല കേസ് സ്റ്റഡി ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലിപ്പോൾ കല്യാണം കഴിയുന്നത് വരെയുള്ള സമയമാണ് എന്നുള്ളതാണ്. അപ്പം അതിൽ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ പലതരം ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പലതരത്തിൽ കോൺ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. എന്നെയാണ് ഉദ്ദേശിച്ചത്, എന്റെ ക്യാരക്ടർ. ഞാൻ ഹെഡ് മാസ്റ്റർ അല്ല, പോലീസ് അല്ല, ഞാനൊരു പൊളിറ്റീഷ്യനാണ്. അപ്പൊ ഒരു പൊളിറ്റീഷ്യന്റെ ജീവിതത്തിൽ പെണ്ണ് കേസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അയാളുടെ രാഷ്ട്രീയ ഭാവി അതോടെ തകരുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെ കടന്നു പോകുന്നത് കാണാം. കെയർ ചെയ്യണമെന്ന് വെച്ചാൽ ഉണ്ടോ അറിയില്ലല്ലോ. ഇയാൾക്ക് ഉണ്ടാവുന്നതാണ്, ഇയാൾ പുതിയ ഉണ്ടാവുന്ന പ്രശ്നമല്ലല്ലോ. ഇയാൾക്ക് ഉണ്ടാവുന്ന ഒരു പെണ്ണ് കേസാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യമില്ല, അതായത് യാതൊരു ബന്ധമില്ല. ജനനായകൻ സിനിമയുടെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇന്ന് മറ്റുള്ള സിനിമകളെയാണെന്ന് തോന്നുന്നു. പെണ്ണ് കേസിനെ ജനനായകൻ പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ള ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി 16-ാം തീയതി പ്ലാൻ ചെയ്തത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നല്ല അവസരം കിട്ടിയപ്പോൾ ചാടി വന്നോന്നുള്ളൂ. നിഖില, ഇത്രയും പെണ്ണേഴ്സിൽ ഒരുപാട് ആളുകളെ സ്നേഹിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇതിലേതെങ്കിലും കഥാപാത്രത്തോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ടോ? ഏതെങ്കിലും കഥാപാത്രം സിമ്പതിയോ അദ്ദേഹത്തെ വിട്ട് പോകണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ സംഭവം സിറ്റുവേഷൻ ഉണ്ടോ? ചതിക്കണ്ട. അല്ല, നമ്മളിപ്പം ഈ സിനിമയെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയുന്നതൊക്കെ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ അറിയാം അവർക്ക് എങ്ങനെയാണ് ആൾക്കാരോടൊരു അറ്റാച്ച്മെന്റ് എന്നുള്ളതൊക്കെ. ഒരു ക്യാരക്ടർ നമുക്ക് നോർമലി എല്ലാവർക്കും പറയാറുള്ളതാണ്. ഏതൊരു ക്യാരക്ടർ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ സീരിയൽ കില്ലിംഗ് ആണ്, ഒരാൾ എന്തിനാണ് കൊല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടി കൊല്ലു എന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ കാരണം കൊണ്ട് കൊല്ലാൻ ഒരു അല്ലെങ്കിൽ ഒരു റീസൺ ഒരു ക്യാരക്ടർ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ചില ക്യാരക്ടേഴ്സ് നിർബന്ധമുണ്ട്. നിങ്ങളുടെ പരിസ്ഥിതിയിൽ ഒരു കഥാപാത്രം കിട്ടുവാണെങ്കിൽ കഥാപാത്രം ബാക്ക് സ്റ്റോറി ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ അതിൽ പോയി പോവാൻ എനിക്ക് തോന്നിയ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ മോഡാണോ? ഇപ്പം ഇൻ കേസ് അങ്ങനെ ബാക്ക് സ്റ്റോറി ഇല്ല, ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഇപ്പം എല്ലാ സിനിമകളിലെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ ചിലത് ഹീറോ പെർസ്പെക്റ്റീവിൽ പറയുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബാക്ക് സ്റ്റോറി ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റൈറ്റേഴ്സിൻ്റെ അടുത്തോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും അവരുടെ അതിപ്പോൾ സിനിമയിൽ ഉണ്ടാവണമെന്നില്ല, ബിഹൈൻഡ് ദ സീൻ നമ്മളത് മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പം സിനിമയിൽ ഇപ്പം ഞാൻ പറയില്ല എല്ലാം കാണിക്കാനുള്ളൊരു അവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. ചിലത് നമുക്ക് ബാക്ക് സ്റ്റോറി അതിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന സിനിമകളിൽ അങ്ങനെ
ക്യാരക്ടറിന് അത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാറുണ്ട്. ശരിക്കും സിനിമകളുടെ സ്വാതന്ത്ര്യം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നു. എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു സിനിമ ഒരു ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പൊ കഥാപാത്രത്തിന്റെ പേര് പോലും സൂക്ഷിച്ച് നോക്കി കണ്ടുവിടുക എന്നുള്ളത് റൈറ്ററുടെ സ്വാതന്ത്ര്യമാണ്, ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. എന്റെ കഥാപാത്രം എങ്ങനെ ആയിരിക്കണം, അത് എന്താണ് അയാളുടെ പേര്, അയാളുടെ സ്വഭാവം എന്താണ് തീരുമാനിക്കുന്നത് അവരുടെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് മൂന്നാമതൊരാൾ എവിടെയോ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്ത് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ശരിക്കും ആ സ്വാതന്ത്ര്യം സിനിമയ്ക്ക് നഷ്ടപ്പെടാൻ ഫീൽ ചെയ്യുന്നു. അല്ല, അതിനകത്തിപ്പം അഭിപ്രായം പറയേണ്ടത് അത് എൻ്റെ എഴുത്തുകാരനും ഡയറക്ടറുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അവർക്കാണ് അതിൻ്റെ ഒരു ഫുൾ വേർഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. അവരായിരിക്കും അതിനോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അവർ തന്നെയായിരിക്കും. അപ്പം അവരുടെ അഭിപ്രായമാണ് അതിനകത്ത് കേൾക്കേണ്ടത് എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്നാമതൊരാൾക്ക് അതിനകത്ത് അഭിപ്രായം പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറയാൻ കേട്ടില്ലേ? അതായത് ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു റൈറ്റർ ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. അതിന്റെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, അതിന്റെ കഥ എങ്ങനെയാണ്, അതിന്റെ സിറ്റുവേഷൻസ് എന്താണ്, കഥാപാത്രങ്ങൾ ഏതൊക്കെ സാഹചര്യം പോകണം എന്നൊക്കെ ഉള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് മൂന്നാമതൊരാൾ ഇരുന്നിട്ട് അത് കട്ട് ചെയ്യണം, അത് മോശമാണ്, ഈ സീനിൽ അത് വേണ്ട കാര്യങ്ങൾ കട്ട് ചെയ്യണം, ചെറിയ കാര്യങ്ങൾ ആദ്യം നോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു പേര്, ഒരു രാത്രി, ഒരു ഭക്ഷണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പോലും കട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാളാണ് ഇത് സിനിമ എന്നുള്ള മേഖല നിയന്ത്രിക്കുന്നത് പോലെ ഒരു തോന്നൽ. എന്റെ ആൾക്കാർ എനിക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ഒരു ആരോ നിയന്ത്രിക്കുന്നതിന് തുല്യമല്ലേ? ഇപ്പൊ ഞാൻ ചെയ്തൊരു പടം മനുഷ്യ എന്നാണ് പടത്തിന്റെ പേര്. വെട്രിമാരനാണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അതിപ്പോഴും സെൻസർ ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞത്, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞ 64 കട്ട് വേണം എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അവര് കോർട്ടിൽ അത് ചാലഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും 34ആയി, 14ആയി, 10ആയി, അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് പ്രാവശ്യം ഒരു കോടതി കയറി ഇറങ്ങി അവസാനം ജഡ്ജി പടം കാണേണ്ടി വന്നു. ജഡ്ജി പടം കണ്ടുകൊണ്ടിരുന്നത് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് 2 കട്ട് മതി. സോ ബേസിക്കലി ഒരു സെൻസർ ബോർഡ് ഉണ്ടാവുമല്ലോ. ഈ സെൻസർ ബോർഡ് പറയുന്ന സ്ഥലത്ത് വേണം, അവർക്ക് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാവും അവർ നോക്കേണ്ടത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച്, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ച് 2 അടിക്ക് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ടോ, അങ്ങനെ ഇതൊക്കെ റെഫറൻസിന് തെളിയുന്നതിന് പ്രശ്നങ്ങളുണ്ടെന്ന്. അത് അവർ ചെയ്യുന്ന അവരുടെ ജോലിയായിരിക്കാം, അല്ലാതെ അവർ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയോടോ ഒരു പ്രത്യേക സമുദായത്തോടോ പ്രശ്നം അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ ഫോർമാറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളത്. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് ഇപ്പൊ ഒരു പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല, അന്ന് അവരുടെ അജണ്ടാസ് ഉണ്ട്, ഇവരുടെ അജണ്ടാസ് ഒക്കെ ഉണ്ടാവും. അതിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല. എൻ്റെ അഭിപ്രായത്തില് മൂവി മേക്കിംഗ് ഭയങ്കര അൺഅപ്പോളജറ്റിക്കൽ ആയിരിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ട്. മൂവി മേക്കിങ്ങും സിനിമ പറയലും അങ്ങനെ ഒരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പറയാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസും എല്ലാ തരത്തിലുള്ളതും അത് ഭയങ്കര രസമാണ്. അങ്ങനത്തെ സിനിമകൾ കാണാൻ അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാകുന്നത് ഭയങ്കര രസമാണ്. അതുകൊണ്ടായി വരും. വേറെ ഇപ്പം എന്താ പറയുക, ഒരുപാട് വയലൻസോ ഒരുപാട് സീരിയസ് ഇല്ലാതെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ടിക്കറ്റ് എടുക്കുന്ന കാശിന് വർത്തായിട്ട് ചിരിച്ചിറങ്ങി അല്ലെങ്കിൽ രണ്ടാമതൊരാളെ വെച്ചിട്ട് ഈ പടം കാണാൻ കേട്ടോ, ഒരു ഫാമിലിയായിട്ട് പോകാൻ കേട്ടോ എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് സർവമായ ഒരു സിനിമയാണ്. ഇപ്പൊ പ്രേക്ഷകർ അത്രയും ഹൗസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന സിനിമകളും ഉണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് ഓരോ നിന്ന് അയ്യോ ഇങ്ങനെ മൂഡിൽ ഇറങ്ങുന്ന സിനിമകളും ഉണ്ട്. അപ്പൊ പെണ്ണേഴ്സ് എങ്ങനെയുള്ള ഒരു റിസൾട്ട് ആയിരിക്കും പ്രേക്ഷകർ ഭയങ്കര സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഈ സബ്ജക്റ്റ് അറിയേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നൊരു മോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹാപ്പി മോഡിൽ ഇടം നമുക്ക് പാട്ടായിട്ട് കണ്ടുപോകാം എന്ന് പറയുന്ന ടൈപ്പ് മോഡൽ. ബേസിക്കലി ഞാനൊരു എന്താ പറയുക ഭയങ്കര വയലൻസിന്റെ സിനിമകളുടെ ഫാനല്ല.
കാരണം അങ്ങനത്തെ സിനിമകൾ മോശമാണെന്നല്ല, അങ്ങനത്തെ ഒരു സിനിമകളുടെ ഫാനല്ല. ഇപ്പൊ റീസെന്റ് ഇതിന് മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, വയലൻസ് ഉള്ള പടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കുറച്ച് ദിവസത്തേക്ക് ഇനി കുറച്ച് ട്രോമ തരുന്നൊരു പടങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങി പോകാൻ പറ്റുന്ന, സന്തോഷം ഇൻ ദ സെൻസ് എന്റർടൈൻമെന്റ് ആണത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഒരു കോമഡി മൂവി അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വേറെ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട്, ഇമോഷൻസ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ഡ്രാമയുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ എല്ലാം സിറ്റുവേഷനാണ്. കോമഡി പറയാൻ വേണ്ടിയിട്ട് കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത്. ഓരോരുത്തരുടെ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറ്റിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ വയലൻസ് മൂവി കണ്ടിറങ്ങി വരുന്ന ഒരു മൂടായിരിക്കില്ലേ ഈ പടം കണ്ടിറങ്ങി വരുന്നത്. ഡയറക്ടർ സാർ, നിഖിലയുടെ ഒരു ദശാവതാരമായിരിക്കും. ചോദിച്ചിട്ട് നിങ്ങൾക്കെന്നെ ചിരി വരുന്നില്ലേ? ചോദിച്ചിട്ട് ചിരിക്കുക. അപ്പൊ അതൊന്നുമില്ല. ഇതിനകത്ത് നിഖിലയുടെ പെർഫോമൻസ് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസിലൂടെ നിഖില കടന്നു പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ആദ്യം നമുക്കൊരു കള്ളിയായിട്ട് തോന്നാം, അതുപോലെ തന്നെ വേറെ ഭയങ്കര ഡെപ്തുള്ള ഇമോഷൻസിലൂടെ നിഖിലയുടെ ക്യാരക്ടർ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഇത്രയ്ക്കധികം ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന നിഖിലയുടെ ക്യാരക്ടർ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴേ ഈ റൊമാൻസ് ആണുങ്ങളുടെ ഒരു സൈഡിലേക്കാണ് മെയിൽ ആക്ടർ റൊമാൻസ് ചെയ്തു. ഇതിനൊക്കെ ക്രെഡിറ്റ് ആയിട്ട് ഒരു ഫീമെയിൽ ആക്ടറിനെ പറ്റിയിട്ട് അങ്ങനെ പലപ്പോഴും അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് കേട്ടിട്ടുണ്ട്. ഒരു നടി നന്നായിട്ട് റൊമാൻസ് ചെയ്തുള്ള കമന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു ബഹുമതി പോലെ ഒന്നും കൊടുക്കുന്ന കണ്ടിട്ട് അത് അതിനപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഒരു പടത്തിലൊരു നായകൻ ഒരു 3 പെൺപിള്ളേരെ പ്രേമിക്കുന്നത് ഒരു ഭയങ്കര മാച്ചോ കാര്യമൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്ത സിനിമകളുണ്ട്. തമിഴിലെ തീരാതോടെയായിട്ട് പിള്ളേരൊക്കെ മലയാളത്തിലൊക്കെയാണ്. മുകേഷ് ഏട്ടനൊക്കെ അങ്ങനത്തെ റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരേ സമയം പല പുരുഷന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീയെ അങ്ങനെയല്ല പോർട്രേ ചെയ്യാൻ പലപ്പോഴും. ഇതങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യലും അല്ലെങ്കിൽ അതിലും ഒരു ഫണ്ടുണ്ട്. സ്ത്രീകളുടെ സൈഡിലും പല പുരുഷന്മാരെ പ്രേമിക്കുന്നതിനകത്ത് ഒരു ഫണ്ടുണ്ട്. ഇപ്പം മധുരമനോഹരമാവത്തിന് ആ ഒരു ആംഗിളുണ്ട്. അതിനെ കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ ചെയ്ത് സൈസ് ചെയ്ത് പെടുകത്തിൽ കാണിക്കുക ഉണ്ടാവാം. അങ്ങനെ മറ്റേ മാച്ചോ വുമൺ അങ്ങനത്തെ ക്യാരക്ടറൊന്നും അല്ല. പക്ഷെ പറഞ്ഞില്ലേ, അതിന് നമ്മൾ അതായത് കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അല്ലാണ്ട് കല്യാണം കഴിച്ച് മറ്റേ നന്നായി ജീവിച്ചിട്ട് പിന്നെ ഇതായി പോയി അങ്ങനെയല്ല. കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇന്നലെ ഞാനിങ്ങനെ ഏതോ ഇന്റർവ്യൂവിൻ്റെ ഇതിൻ്റെ ഇങ്ങനെ കണ്ടു. അതായത് ഇതൊക്കെ ഒരു തൊഴിലാണെന്നാണ് പറയുന്നത്. അതൊരു തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കള്ളൻ എന്ന് പറയുന്നത്, മോഷണം എന്ന് പറയുന്നത് അവർക്ക് തൊഴിലാണ്. നമ്മളതിന് അതൊക്കെ ഇപ്പോൾ ഒരു തൊഴിലാണെന്ന് വെച്ചാൽ അതും തൊഴിലാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ തൊഴിലാണ്. ഇപ്പൊ ഓൺലൈൻ മീഡിയ പറയുന്നത് അവരൊരു തൊഴിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പം എന്താ പറയാ, അതൊരു നല്ല കാര്യം അല്ലാതെ തോന്നിയാൽ പോലും അവർ ചെയ്യുന്നത് അവർക്ക് തൊഴിലാണ്. അപ്പം അല്ലേ? അപ്പൊ അവർ ചെയ്യുന്ന കാര്യം അവർക്ക് തൊഴിലായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം തൊഴിലാണ്. ഇതിനെയും അങ്ങനെ അതൊരു തൊഴിലായി ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് 100% പ്രൊഫഷണൽ. ആരാ ചോദിച്ചത്? കല്യാണം നിനക്കെന്താ തോന്നുന്നത്? അപ്പൊ അതന്നെ, നിനക്കെന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓരോരുത്തർക്കും എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിനക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിനക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര എത്ര നേരിട്ട് ഞാൻ അതല്ലേ പറയാനുണ്ട്. ട്രെയിലറിലും ഉണ്ട് കല്യാണം തട്ടിപ്പ് നടത്തി പറ്റിക്കുന്ന പെൺകുട്ടി എന്നുള്ളതാണ്. മലയാളത്തിൽ വേറെ വാഴയുണ്ട്, അതുകൊണ്ട് പറഞ്ഞ വാഴ. എങ്ങനത്തെ ക്യാരക്ടറാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് വാഴയിലെ പോലത്തെ ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ
അപ്പോൾ അതല്ല, ഇപ്പം ഞാൻ തമിഴാണ് മലയാളം കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. തമിഴിൽ എനിക്കിങ്ങനെ ഭയങ്കര റഷല്ല, ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നുള്ളതില്ല. ഭയങ്കര നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യാന്നുള്ളതുണ്ട്. മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അവിടെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സിൽ നല്ലതാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്യുക. അപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിന് ഇത്രയും അപ്രിസിയേഷൻ വരുന്നത്. മറ്റേതിലൊക്കെ ചിലപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ തോന്നാം. ചിലപ്പോൾ എൻ്റെ കേസിലാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നല്ലത് മാത്രം കാണിച്ചാൽ അല്ല, എല്ലാ ഇതും നമ്മൾ അറിയണം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അതാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇതിലെന്താണ് പുതിയതായിട്ടെന്ന് ചോദിച്ചാൽ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ല അതിന് മുന്നേ. നല്ലതായിരുന്നു, എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. പ്രേക്ഷകരുടെ തിയേറ്ററിലൊന്ന് കാണാം. എനിക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, നല്ല സിനിമയായിരിക്കും. അത് പ്രജ്ഞ പറയാം, കണ്ടിട്ടില്ല. താങ്ക് യു.